ഹായ് ഹലോ എം ജെ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. അപ്പം നമ്മൾ ഇന്ന് എല്ലാവരും കൂടി ഒരു യാത്ര പോവുകയാണ്. അതായത് ഇടുക്കി ജില്ലയിലെ പീരുമേട് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു പള്ളിയിലാണ് നമ്മളിന്ന് പോകുന്നത്. അതായത് ഞാനും ഇച്ചായനും പപ്പായും അമ്മയും എല്ലാവരും തന്നെയുണ്ട് കേട്ടോ. നമ്മൾ 4 പേരും കൂടിയാണ് ഈ പള്ളിയിലേക്ക് പോകുന്നത്. അപ്പോൾ ഏകദേശം നമ്മളൊരു 12:30 ആ സമയത്ത് നമ്മളവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ നിന്ന് പോകുമ്പം തന്നെ ഒരു 1.5-2 മണിക്കൂർ മാക്സിമം വേണ്ട കേട്ടോ അവിടെ എത്താൻ വേണ്ടിയിട്ട്. പട്ടുമല മാതാ തീർത്ഥാടന കേന്ദ്രം ഇടുക്കി ജില്ലയിലെ പീരുമേട് ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രമാണിത്. ഇത് പരിശുദ്ധ മാതാവിൻ്റെ നാമധേയത്തിലുള്ള ദേവാലയം കൂടിയാണ് ഇത്. പീരുമേട്ടിൽ നിന്നും 8 കിലോമീറ്ററും തേക്കടിയിൽ നിന്നും 25 കിലോമീറ്ററും ദൂരമുണ്ട് ഇവിടേക്ക് വരാൻ. തേയിലത്തോട്ടങ്ങളുടെ ഇടയിലാണ് ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. ഫ്രാൻസിസ്കൻ ബ്രദർമാരുടെ കീഴിലാണ് ഈ ദേവാലയം. ഇതിനോടൊപ്പം പഴയ ദേവാലയം സംരക്ഷിക്കപ്പെടുന്നുണ്ട്. സെപ്റ്റംബർ 8-ാം തീയതി മറിയത്തിൻ്റെ പിറവി തിരുനാൾ ഇവിടെ ആഘോഷിക്കുന്നുണ്ട്. ഇതും ഈ ദേവാലയത്തിലെ പ്രധാന പെരുന്നാളാണ്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഈ ദേവാലയത്തെക്കുറിച്ച് അറിയാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഈ ദേവാലയത്തിലേക്ക് ഒന്ന് പോയാലോ? അപ്പം നമ്മൾ ആദ്യം തന്നെ ഫ്രണ്ട് കവാടത്തിൽ കൂടെയാണ് നമ്മൾ പള്ളിയിലേക്ക് കയറുന്നത് തന്നെ. അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു 12:30-1 മണി സമയമാണ്. അപ്പോൾ നമ്മളവിടെ എത്തിയപ്പോൾ നമ്മൾ അവിടുത്തെ ഓഫീസിലാണ് നമ്മൾ ആദ്യം ചെന്ന് അവിടുത്തെ സമയം എപ്പോഴാണ് കുർബാനയും കാര്യങ്ങളെല്ലാം നമ്മൾ അന്വേഷിച്ച് പറഞ്ഞു 2:30-ക്കാണ് ഇവിടുത്തെ ആരാധനയൊക്കെ തുടങ്ങുന്നത് തന്നെ പറഞ്ഞു. ആരാധനയുണ്ട്, നൊവേനയുണ്ട്, അത് കഴിഞ്ഞിട്ട് കുർബാനയുണ്ട്. ആ സമയത്ത് നമുക്ക് കുമ്പസാരിക്കണം എന്നുള്ളവർക്ക് അവിടെ കുമ്പസാരവും അച്ഛന്മാർ കൊടുക്കുന്നുണ്ട്. ഇത് അതിമനോഹരമായ ഒരു പള്ളിയാണ് കേട്ടോ. നമുക്ക് ഒരുപാട് ഇഷ്ടമാകും. ഒരുപാട് പേരും അവിടെ വരുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഒരുപാട് പേരുണ്ടായിരുന്നു അവിടെ കാണാനൊക്കെ തന്നെ. അപ്പം നമുക്ക് എല്ലാം നല്ല പച്ചിപ്പായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. നല്ല മലമുകളാണ്. അപ്പം നമ്മൾ ഏകദേശം റോഡിൽ നിന്ന് ഒരിച്ചിരി അല്പ ദൂരമായിട്ടാണ് ഈ പള്ളി. അപ്പോൾ ഇരുവശങ്ങളിലായിട്ട് നമുക്ക് തേയിലത്തോട്ടമാണ് കേട്ടോ. അത് തന്നെ കാണാൻ നല്ല ഭംഗിയാണ്, നല്ല കാറ്റാണ്. എല്ലാവർക്കും അവിടുത്തെ ആ അന്തരീക്ഷം എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. അപ്പം നമ്മൾ ചെന്നപ്പം തന്നെ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നിയൊരു നിമിഷം തന്നെയാണ് ഇത്. വേളാങ്കണ്ണി മാതാവ് എന്ന് തന്നെ പറയാം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിലെ ഒരു വേളാങ്കണ്ണി, ചെറിയ ഒരു വേളാങ്കണ്ണി പള്ളി തന്നെയാണെന്ന് തന്നെ നമുക്ക് പറയാം കേട്ടോ. അത്രയ്ക്ക് അതിമനോഹരമായിട്ടാണ് ആ പള്ളി നിർമ്മിച്ചിരിക്കുന്നത്. അത് മൊത്തം കല്ലിൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്, നല്ല കാറ്റാണ് കേട്ടോ ആ പള്ളിയുടെ മുറ്റത്ത് നിൽക്കുമ്പം തന്നെ. ഈ പള്ളിയെക്കുറിച്ച് ഞാൻ ഏകദേശം ഒരു 3 മാസമേ ആയിട്ടുള്ളൂ ഇതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞിട്ട് തന്നെ. ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല ഇപ്പം പോകാൻ പറ്റുമെന്ന് തന്നെ. അപ്പോൾ ഇടയ്ക്ക് നമുക്ക് അങ്ങനെയൊന്നും പോകാനൊരു ഭാഗ്യം കിട്ടിയെന്ന് തന്നെ പറയാം. അപ്പം നമ്മൾ വീട്ടിലെല്ലാവരും കൂടിയാണ് നമ്മൾ പോയത് തന്നെ. പപ്പയുണ്ടായിരുന്നു, അമ്മയുണ്ടായിരുന്നു, ഇച്ചായനും ഞാനും കൂടിയാണ് പോയത് തന്നെ. അപ്പോൾ ഇവരെയെല്ലാം നിങ്ങൾക്ക് അറിയാമായിരിക്കും. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയിൽ പപ്പായും അമ്മയും എല്ലാവരും തന്നെ ഉള്ളതാണ്. അപ്പം നമുക്കിനി ഈ പള്ളിക്കകത്തുനിന്ന് കയറി നമുക്ക് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ബാക്കിയെല്ലാം നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇവിടെയൊക്കെ എന്തൊക്കെയാണെന്നെല്ലാം ഞാൻ പരിചയപ്പെടുത്തി തരാം കേട്ടോ. ആദ്യം തന്നെ ഞാൻ ഈ പള്ളിയുടെ കപ്പേള ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് കഴിയുമ്പോൾ കുറേ പടികൾ കയറിയാണ് നമ്മൾ പള്ളിയുടെ മുറ്റത്തേക്ക് എത്തുന്നത് തന്നെ. അത് തന്നെ നല്ല ഇതാണ് കേട്ടോ. കുറേ പടികളുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മധ്യഭാഗത്തായിട്ട് നമുക്ക് ഇവിടുത്തെ കൊടിമരം നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇതാണ് പള്ളിയുടെ ഫ്രണ്ട് ആനവാതിൽ കേട്ടോ. അതിൻ്റെ 2 സൈഡിലായിട്ട് ചെറിയ 2 വാതിലുമുണ്ട്. അപ്പോൾ നമ്മൾ ഈ പള്ളിക്കകത്തേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ മൊബൈലൊന്നും അകത്ത് കയറ്റിക്കൂടാ എന്നൊക്കെ ഉണ്ട്. എങ്കിലും ചെരുപ്പ് വെളിയിലിടുക അങ്ങനെയെല്ലാം ഉണ്ട്. ഫോൺ സൈലൻ്റ് ആക്കുക എന്ന് നമ്മുടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഇംഗ്ലീഷിലും ഉണ്ട്, മലയാളത്തിലും ഉണ്ട്, തമിഴിലും ഉണ്ട് കേട്ടോ. എങ്കിലും ഇപ്പം ശുശ്രൂഷകളൊന്നും നടക്കുന്നില്ല. ആ സമയത്താണ് നമ്മളവിടെ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അവിടേക്ക് കയറി പള്ളിക്കകത്ത് കയറി ആദ്യം തന്നെ നമ്മളൊന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം നേർച്ചകൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ പ്രധാനമായിട്ടും മാതാവിൻ്റെ നൊവേനയൊക്കെയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്.
ഇവിടെ പ്രധാനമായിട്ടും ആരാധനകളുള്ള ദിവസം എന്ന് പറയുന്നത് ബുധനാഴ്ച, ശനിയാഴ്ച, ഞായറാഴ്ച എന്ന ദിവസങ്ങളിലാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ചെന്നത് ശനിയാഴ്ച ദിവസമായിരുന്നു. അപ്പം നമുക്ക് മാതാവിൻ്റെ ദിവസം തന്നെ നമുക്ക് നൊവേന കൂടാൻ നമുക്ക് സാധിച്ചു. അപ്പം നമ്മൾ വീട്ടിലെല്ലാവരും തന്നെ കയറി പ്രാർത്ഥിച്ചു. അപ്പോഴത്തേക്കിനും നമ്മൾ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കിനും കുറേ ആൾക്കാർ വരുന്നുണ്ടായിരുന്നു കേട്ടോ പള്ളിയിൽ ശുശ്രൂഷകൾ കൂടാൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേർച്ച എന്ന് പറയുന്നത് മാതാവിന് നമ്മൾ പട്ട് നേർച്ചയാണ്. അത് നമുക്ക് ഇവിടുത്തെ ഓഫീസിൽ നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കാൻ, സ്റ്റോളിൽ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നമുക്ക് എന്താഗ്രഹമാണോ, നമുക്ക് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ നമ്മൾ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നത്, അതിന് നമുക്ക് അവിടെ നിന്ന് ഫീസ് അടച്ചിട്ട് നമുക്ക് അവിടെ നിന്ന് തന്നെ പട്ട് വാങ്ങിച്ച് മാതാവിന് സമർപ്പിക്കാവുന്നതാണ്. അതോടൊപ്പം മെഴുകുതിരിയും മേടിച്ച് നമുക്കവിടെ സമർപ്പിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം. നമ്മൾ നേർച്ചകളെല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ നേർച്ചയെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും എനിക്കൊന്നും തന്നെ അറിയത്തില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യമായിട്ടാണ് ഈ പള്ളിയിൽ പോകുന്നത്. ഈ പള്ളിയെക്കുറിച്ച് ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത് തന്നെ. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ പോയി. അപ്പോൾ നമ്മൾ അവിടുത്തെ നേർച്ചകൾ എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യുക. പിന്നെ നമ്മൾ അവിടെ കുർബാനയ്ക്ക് നമുക്ക് പണം കൊടുക്കാം, നൊവേനയ്ക്ക് പണം കൊടുക്കാം. അങ്ങനെയൊക്കെ നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾക്കോ അല്ലാതെ നമ്മൾ നന്ദി സൂചകമായിട്ടോ നമുക്ക് അങ്ങനെയും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഈ പള്ളിയെക്കുറിച്ച് കൂടുതലായിട്ട് ഇനിയിപ്പോൾ അവിടെ നമുക്കൊരു ഗ്രോട്ടോയൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ആരാധന ചാപ്പലായിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് അവിടേക്ക് നമുക്ക് പോകാം. പിന്നെ പ്രധാനമായിട്ടും നമുക്കിവിടെ എനിക്കൊരു അത്ഭുതം തോന്നിയെന്ന് പറയുന്നത് കൊന്തമരം, അതായത് ഒരുപാട് കൊന്തകൾ നിറച്ച് കെട്ടിയിരിക്കുന്ന ഒരു മരമുണ്ട് ഇവിടെ കാണാൻ. അത് അതൊരു നിയോഗമായിരിക്കാം. അവിടെ അങ്ങനെ കൊന്ത കെട്ടുന്നത് നിയോഗങ്ങൾ സമർപ്പിച്ചായിരിക്കാം. അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും തന്നെ എനിക്കറിയില്ല. ഇപ്പം നമ്മൾ പോകുന്നത് ഗ്രോട്ടോ. അവിടെ ഒരു മാതാവിൻ്റെ രൂപമുണ്ട്. അത് കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച് നല്ല നല്ല ഭംഗിയാണ് കേട്ടോ അവിടെ കാണാനൊക്കെ. അപ്പം നമുക്ക് അവിടെ മെഴുകുതിരി കത്തിക്കാൻ പറ്റുന്നൊരു ഭാഗമാണ്. അവിടെ ഞാൻ കണ്ടതിൽ അവിടെയുള്ള മെഴുകുതിരി കത്തിക്കാൻ പറ്റുന്നത്. അകത്ത് പള്ളിക്കകത്തൊന്നും നമുക്ക് മെഴുകുതിരിയൊന്നും കത്തിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെയാണ് നമുക്ക് മെഴുകുതിരി കത്തിക്കാൻ പറ്റുന്നത്. അപ്പം നമ്മൾ അവിടെ പോയി നമുക്ക് നേർച്ചയായിട്ട് നമുക്ക് മെഴുകുതിരി കത്തിക്കണമെങ്കിൽ അങ്ങനെ നമുക്കവിടെ മാതാവിനോടെ മെഴുകുതിരി കത്തിക്കാം. ഇവിടെയാണ് മാതാവിൻ്റെ രൂപം അവിടെയുണ്ട്. അവിടെ നമുക്ക് പൂമാലയിടാം, നമുക്ക് നിയോഗങ്ങൾ സമർപ്പിക്കാം. അങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെയുണ്ട് കേട്ടോ. അവിടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് മാതാവിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റുന്ന രീതിയിലാണ് ആ ഗ്രോട്ടോയുടെ അവിടെ അത് നിർമ്മിച്ചിരിക്കുന്നത് തന്നെ. അടുത്ത് ചെന്ന് നമുക്ക് തൊട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്ന രീതിയിലാണ് അവിടെ അത് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷങ്ങളും നമ്മുടെ മനസ്സിലെ പ്രയാസങ്ങളൊക്കെ ഒരുപാട് മാറാൻ പറ്റുന്ന ഒരന്തരീക്ഷവും നമുക്ക് മാതാവിനോട് ഒരുപാട് അടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലം എന്ന് തന്നെ നമുക്ക് പറയാം കേട്ടോ. അതായത് നമ്മൾ വേളാങ്കണ്ണി പള്ളിയിൽ പോകുന്നത് പോലെ തന്നെ നമുക്കൊരു ഫീലിങ്സാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. മാതാവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അത് വേളാങ്കണ്ണി മാതാവ് തന്നെയാണ് എന്ന് നമുക്ക് കുറച്ച് മനസ്സിൽ വിശ്വസിക്കാം. അതുപോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും തന്നെ മാതാവിൻ്റെ അടുത്ത് കയറി നമ്മൾ പ്രാർത്ഥിച്ചു. അപ്പോൾ നമുക്ക് ഇനി ഇവിടുന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ഇവിടുന്ന് അടുത്തൊരു ആരാധന ചാപ്പലുണ്ട്. നമുക്ക് അവിടെയും പോയി ഞാൻ അവിടെയെല്ലാം കാണിച്ചു തരാം. അതിനെക്കുറിച്ച് നമുക്ക് അതിനകത്ത് നമുക്ക് ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടുത്തെ അകത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ നമ്മൾ ആരാധന ചാപ്പലിൻ്റെ അവിടേക്കാണ് നമ്മൾ പോകുന്നത്. ഇതിപ്പം നമ്മൾ ഈ ഗ്രോട്ടോയുടെ ഭാഗത്ത് അത് കയറി വരുന്നത് ഇറങ്ങി പോകുന്ന 2 വഴികളാണ് കേട്ടോ. നമുക്ക് 2 വശത്തോടെയും കയറാം. പക്ഷേ ഒരു വശത്തൂടെ നമ്മൾ കയറിയിട്ട് ഇപ്പുറത്തെ വശത്തൂടെ നമ്മൾ ഇറങ്ങിയാണ് നമ്മൾ സാധാരണ അവിടെ എല്ലാവരും ചെയ്യുന്നത്. അപ്പം നമ്മൾ മെഴുകുതിരി കത്തിക്കുന്നിടത്തും അവിടെ ഒരു കുരിശുണ്ട്. അപ്പോൾ അവിടെയും നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നതാണ്. അതിന് മുകൾ ഭാഗത്തായിട്ടാണ് മാതാവിൻ്റെ രൂപം ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇവിടെ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ട് ഇനി നമ്മൾ ആരാധന ചാപ്പലിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം നമ്മുടെ ഈ ചെറിയ ചെറിയ സന്തോഷങ്ങളാണ് ഞങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പം നമ്മുടെ ഈ ചെറിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ പള്ളീനെക്കുറിച്ച് ഞാൻ കുറച്ച് ഏകദേശം ഐഡിയാസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നല്ലോ. ഇനിയിപ്പോൾ നമുക്ക് ഈ പള്ളിയുടെ ബാക്ക് വശത്തെ ഒരു വ്യൂ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം.
ഇതാണ് നമ്മൾ ഈ പള്ളിയുടെ ബാക്ക് വശം, അതായത് ഒരു സൈഡ് ഭാഗമായിട്ട് കാണിക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഈ കാണുന്നത് ഇപ്പം നമ്മൾ ചെല്ലുന്ന ഭാഗത്താണ് ഈ ഞാൻ പറഞ്ഞ ആ കൊന്തം മരം കാണുന്നത്. അപ്പോൾ ഇതിനോട് ചുറ്റുമായിട്ട് റൗണ്ട് ഭാഗം മൊത്തം നമുക്ക് തേയിലത്തോട്ടമാണ് കേട്ടോ. തേയിലയാണ്, അത് വെച്ചാൽ മൊത്തം പച്ചിപ്പാണ് ഇവിടെ, ഭയങ്കര കാറ്റുമാണ്. ഏത് സമയത്ത് വന്നാലും കാറ്റാണെന്ന് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ ഏകദേശം ഞാൻ പറഞ്ഞില്ല, അപ്പോൾ ഞങ്ങളൊരു 4:30-5 മണിയോളമായി നമ്മൾ തിരിച്ചു പോന്നപ്പം തന്നെ, എങ്കിലും ആ സമയം വരെ ഭയങ്കര കാറ്റ് തന്നെയായിരുന്നു കേട്ടോ. എന്നിട്ട് എനിക്ക് തോന്നുന്നു എപ്പോഴും അവിടെ കാറ്റ്, ആ ഒരു ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നമ്മൾ പള്ളിയുടെ മുറ്റത്ത് നിന്ന് നമുക്ക് ഈ ഗ്രോട്ട നല്ലതുപോലെ നമുക്ക് അവിടെ തന്നെ നമുക്ക് കാണാൻ, നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നതാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ആ കൊന്തമരം. നമ്മുടെ ഈ പള്ളിയുടെ തൊട്ട് മുറ്റത്തോട്ട് തന്നെയാണ് അത് നിൽക്കുന്നത്. അതിൻ്റെ അടുത്തൊരു ദേവദാരു മരവും ഉണ്ട് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ആ പ്രത്യേകതയുള്ള മരം എന്ന് വെച്ചാൽ ഇത് നിറയെ കൊന്തയും ഉത്തിരിയും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ മരത്തിൽ മൊത്തം ഇട്ടിരിക്കുന്നത്. അതെന്ത് നിയോഗം സമർപ്പിച്ചാണ് എനിക്ക് തോന്നുന്നത്. ഇതിനെക്കുറിച്ച് എനിക്ക് ആരോടും ചോദിക്കാൻ പറ്റിയില്ല. എന്താണ് ഇതിൻ്റെ പ്രത്യേകതയൊന്നും നമുക്കറിയില്ല. ഇതെന്ത് മരമാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ നിറയെ നമുക്ക് നോക്കുമ്പോൾ നിറയെ ജപമാലയുണ്ട്, ഉത്തിരിയുണ്ട് അങ്ങനെ. അപ്പം ഞാനും നമുക്ക് ഒരു നിയോഗം സമർപ്പിച്ച് നമുക്കിവിടെ നമുക്ക് ജപമാല അവധിൽ നമുക്കത് കോർത്തിടാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടെന്ന് വെച്ചാൽ ഭയങ്കര കാറ്റാണ്. മരവും ഇങ്ങനെ നല്ല ഭയങ്കരമായിട്ടൊന്ന് ആ ഇലകളൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ അനങ്ങുന്നത് അറിയാൻ പറ്റുന്നുണ്ട് വീഡിയോസിൽ. എന്ന് വെച്ചാൽ അതുപോലത്തെ കാറ്റായിരുന്നു കേട്ടോ. എന്തായാലും നമ്മൾ ഒരു കൊന്തമാല അതിൽ സമർപ്പിക്കുകയാണ്. നമ്മുടെ നിയോഗങ്ങളായാലും എന്ത് കാര്യങ്ങളായാലും നമുക്ക് അവിടെ സമർപ്പിക്കാം എന്നാണെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞാനും എന്തായാലും ഒരു കൊന്തമാല ഞാനവിടെ സമർപ്പിച്ചിരിക്കുകയാണ്. അത് നിറച്ച് നമുക്ക് കാണാൻ, അടുത്ത് ചെല്ലുമ്പോൾ തന്നെ ഒരുപാട് പല നിറത്തിലുള്ള മുത്തുകൾ കൊണ്ടുള്ള ജപമാലകളാണ് ആ മരത്തിൽ ഫുള്ള് ഇട്ടിരിക്കുന്നത്. നമ്മൾക്ക് കൈ എത്തുന്ന ഭാഗം മൊത്തവും കൊന്തമാല കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇനി അതിന് അടുത്തൊന്നും നമുക്ക് കൊന്തമാലകൾ ഇടാൻ പറ്റില്ല, അതുപോലെ നിറഞ്ഞിരിക്കുകയാണ് കൊന്തമാലകൾ. പിന്നെ നമുക്ക് പൊക്കത്തിലേക്ക് നമുക്കിടാനേ പറ്റത്തുള്ളൂ, അതുപോലെ മാലകൾ അതിൽ നിറച്ച് ഇട്ടിരിക്കുകയാണ്. അതൊരു ഉത്തിരിയുമുണ്ട്, ജപമാലകൾ, അങ്ങനെ പല കളറിൽ നല്ല ഭംഗിയാണ് കേട്ടോ. ഓരോരുത്തരുടെ നിയോഗങ്ങളായിരിക്കും കേട്ടോ അതെല്ലാം അതിൽ സമർപ്പിച്ചിരിക്കുന്നത്. എന്തായാലും നമ്മൾ അവിടുന്ന് അത് സമർപ്പിച്ചതിന് ശേഷം നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു. നമ്മൾ ആരാധന ചാപ്പലിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ നമുക്ക് എന്തായാലും വീഡിയോസൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല, അവിടെ എഴുതിയെല്ലാം വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്തായാലും നമുക്കത് എടുക്കാൻ പറ്റില്ല. പപ്പായും അമ്മയും ആദ്യം തന്നെ അവിടേക്ക് പോയി. ഇനി നമ്മൾ അവിടെ ഒരു ഓഫീസുണ്ട്, ആ ഓഫീസിൽ പോയി നമുക്ക് കുർബാനയ്ക്ക് പണം കൊടുക്കാം, നൊവേനയ്ക്ക് പണം കൊടുക്കാം, അങ്ങനെ കാര്യങ്ങളുണ്ട്. ഇതാണ് ഇതിനോട് ചേർന്നുള്ള നമ്മുടെ ആരാധന ചാപ്പൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിലേക്ക് കയറുമ്പോൾ തന്നെ അവിടെ മാതാവിൻ്റെ ഒരു രൂപമൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്, ഒരു ഗ്രോട്ടോയുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റാത്തത് കാരണം നമ്മൾ അവിടുത്തെ ഫോട്ടോസൊന്നും എടുത്തിട്ടില്ല. പിന്നെ ഇവിടുത്തെ നമ്മുടെ പ്രധാന പ്രാർത്ഥനകൾ, നൊവേനകൾ, അതൊക്കെ അവിടെ ഇങ്ങനെ ഒരു ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. അവിടുത്തെ പ്രധാന നമ്പറുകളും അവിടെയുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പ്രയോജനപ്പെടും. നിങ്ങൾക്ക് ആ പള്ളീനെക്കുറിച്ച് എന്തെങ്കിലും അറിയാനോ ആരാധനയ്ക്ക് പോകാനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിക്കാൻ പറ്റുന്നതാണ്. അവിടെ നമുക്ക് കുറേ കിളിക്കുഞ്ഞുങ്ങളെ വളർത്തുന്നത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അത് 2:30 ഇവിടുത്തെ ആരാധനകളെല്ലാം തുടങ്ങി 4:30 ഇവിടെ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെല്ലാത്തിലും തന്നെ പങ്കെടുത്തു. അപ്പോൾ ഇനി നമ്മൾ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ചെറിയ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. നമ്മുടെ ചാനലിൽ ഇനി പുതിയ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദിയോട് കൂടി പുതിയൊരു വീഡിയോ കാണും വരെ ഓക്കെ, ബൈ.